കോഴിക്കോട് സീഷെൽ സവേറി ഹോട്ടലിൽ ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ റെയ്ഡ് 2 ദിവസമായി നടക്കുന്ന പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഇന്നും പരിശോധന. കോഴിക്കോട്, മംഗലൂരു, ബാംഗ്ലൂർ, ചെന്നൈ എന്നിവിടങ്ങളിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളിലും ഇന്നലെ പരിശോധന നടന്നിരുന്നു. കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ ദിസ്ന സുരേഷ് നൽകും. ദിസ്ന, നടൻ ആര്യയുടെ ഉടമസ്ഥയിലായിരുന്ന ഹോട്ടലുകൾ ഈ മലയാളികൾക്ക് വിറ്റതുമായി ബന്ധപ്പെട്ട് ഈ ചെന്നൈ ആദായ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സീഷെൽ സേവറി ഹോട്ടൽ ശൃംഖലയിൽ ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ വ്യാപക പരിശോധന നടന്നത്. കഴിഞ്ഞ 3 ദിവസമായി കോഴിക്കോട് ഇവരുടെ വിവിധ ശൃംഖലകളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു. കൂടാതെ തന്നെ ഇവരുടെ ഈ ഉടമയുടെ നാദാപുരത്തുള്ള വീടുകളിലും റെയ്ഡ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും കോഴിക്കോട്, ബാംഗ്ലൂരു, മംഗലാപുരം, ചെന്നൈ എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലുമാണ് കഴിഞ്ഞ ദിവസം ഒരേ സമയം ഇത്തരത്തിലുള്ള പരിശോധന നടന്നത്. ഈ പരിശോധനയിൽ 1.85 കോടി രൂപ പിടിച്ചെടുത്തതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. കൂടാതെ തന്നെ ഈ പരിശോധന ഇനിയും ദിവസങ്ങൾ നീളും എന്നൊരു സൂചനയും ലഭ്യമാവുന്നുണ്ട്. ഈ കള്ളപ്പണം, ഹവാല ഇടപാടുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ ഇവർ ഈ ഭൂമി ഇടപാടുകൾ, കെട്ടിട ഇടപാടുകൾ എന്നിവയും പരിശോധിച്ചു വരുന്നുണ്ട്. ഈ രേഖകളിൽ തുക കുറച്ചു കാണിച്ച് ഈ കോഴിക്കോട് നഗരത്തിൽ വൻ രീതിയിലുള്ള ഭൂമി ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഈ ഗ്രൂപ്പിന് UAE-യിലും ഒട്ടേറെ ഹോട്ടലുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ 9 ഇടങ്ങളിലും, ചെന്നൈയിൽ 8 ഇടങ്ങളിലും, മംഗലാപുരത്ത് ഒരിടത്തുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ കോഴിക്കോട് സീഷെൽ സേവറി ഹോട്ടലിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ദിസ്ന.